CPI കൂടുതൽ ആവശ്യപ്പെട്ട സീറ്റുകൾ ഒരിടത്തും നൽകാൻ CPM തയ്യാറായില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകുന്ന പരിഗണന പോലും തങ്ങൾക്ക് ഇടതു മുന്നണിയിൽ ലഭിക്കുന്നില്ലെന്നാണ് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ CPIയുടെ ആരോപണം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് CPI, CPM സംസ്ഥാന നേതൃത്വങ്ങൾ കൊമ്പുകോർത്തിരുന്നു. ഇതിന് പിന്നാലെ അണികൾ തമ്മിലുള്ള ഐക്യവും കുറഞ്ഞു. വിമത ഭീഷണിയും പ്രവർത്തകർ തമ്മിലുള്ള അനൈക്യവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന് ഇരു പാർട്ടി നേതാക്കൾക്കും ആശങ്കയുണ്ട്. കേവലം 2 ജില്ലയിൽ മാത്രമുള്ള കേരള കോൺഗ്രസിന് കൂടുതൽ പരിഗണന ഇടതു മുന്നണിയിൽ ലഭിക്കുന്നു എന്ന ആക്ഷേപം CPI നേതാക്കൾക്കുമുണ്ട്. തെക്കൻ കേരളത്തിലും മലബാറിലും തികച്ച 100 വോട്ടില്ലാത്ത കേരള കോൺഗ്രസ് തങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് CPM നേതാക്കൾ പറയുന്നത്. കോട്ടയം ജില്ലയിലടക്കം വിജയ സാധ്യതയുള്ള സീറ്റ് വിട്ടു നൽകാൻ CPI തയ്യാറായില്ലെന്ന്, തങ്ങൾ ആവശ്യപ്പെട്ട സീറ്റുകൾ പോലും കേരള കോൺഗ്രസിന് നൽകിയെന്ന് CPI നേതാക്കന്മാർ പരാതി പറയുന്നു. മുന്നണിയിലെ വല്യേട്ടൻ എന്ന നിലപാട് CPM സ്വീകരിച്ചാൽ അത് മുന്നണി ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് CPI നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറിമാർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ CPMനെ കുറ്റപ്പെടുത്തി രംഗത്തുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാനാണ് CPI ജില്ലാ സെക്രട്ടറിമാരുടെ തീരുമാനം.